മരണചിന്തയില്ലാതെ പരലോകബോധമില്ലാതെ ദുനിയാവിൻ്റെ സുഖാസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ ഒരു വ്യക്തി ഒരു കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പുറകിലേക്ക് ഒരു സിംഹം ചാടി വീണു. സിംഹത്തെ കണ്ട് പേടിച്ച് ഭയന്ന ഇദ്ദേഹം സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി തനിക്കാവുന്നത്ര വേഗതയിൽ അദ്ദേഹം മുന്നോട്ടു പാഞ്ഞു. ആ ഓട്ടത്തിനിടയിൽ അദ്ദേഹം കാല് തെറ്റി ഒരു പൊട്ടക്കിണറ്റിലകപ്പെട്ടു. ആ പൊട്ടക്കിണറിലേക്ക് വീഴുന്ന സമയം തൻ്റെ കയ്യിൽ തടഞ്ഞ ഒരു കാട്ടുവള്ളിയിൽ അദ്ദേഹം ബലമായി പിടിച്ചു തൂങ്ങി. അദ്ദേഹം പതിയെ തല ഉയർത്തി മുകളിലേക്ക് നോക്കി. ആ സമയം ആ കിണറിൻ്റെ വക്കിൽ തന്നെ ആക്രമിക്കാനെത്തിയ സിംഹം തന്നെയും നോക്കി നിൽക്കുന്നുണ്ട്. അദ്ദേഹം പതിയെ തല താഴ്ത്തി താഴ്ഭാഗത്തേക്ക് നോക്കി, കിണറിൻ്റെ ആഴിയിലേക്ക് നോക്കി. ആ സമയം ആ കിണറിനകത്ത് ഒരു സർപ്പം തല ഉയർത്തി തന്നെ ആക്രമിക്കാൻ അവിടെയും തയ്യാറായി നിൽക്കുന്നുണ്ട്. മുകളിൽ സിംഹം, താഴെ സർപ്പം. ആ സമയത്താണ് അദ്ദേഹം ഒരു കറുകർ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അദ്ദേഹം ശ്രദ്ധിച്ചു നോക്കി. 2 എലികൾ താൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ കാട്ടുവള്ളിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വെള്ള എലിയും ഒരു കറുത്തെലിയും. ഈ എലികൾ ഈ പിടിവള്ളി കാർന്നു തിന്നു കഴിഞ്ഞാൽ താൻ താഴെ വീഴുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പൊട്ടക്കിണറ്റിലകപ്പെടും, സർപ്പം തന്നെ ആക്രമിക്കും. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ചുണ്ടിലേക്ക് ഒരു പാനീയത്തുള്ളി ഇങ്ങനെ ഇറ്റ് വീഴുന്നത്. അദ്ദേഹം അത് പതിയെ ഒന്ന് നുണഞ്ഞു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. വീണ്ടും ആ ഒരു തുള്ളി തൻ്റെ ചുണ്ടിലേക്ക് ഇങ്ങനെ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. അദ്ദേഹം വീണ്ടും അത് വളരെ സന്തോഷത്തോടെ അദ്ദേഹം അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങി. മുകളിലേക്ക് നോക്കിയപ്പോൾ മുകൾ ഭാഗത്ത് തൂങ്ങിക്കിടക്കുന്ന ഒരു തേനീച്ചക്കൂട്ടിൽ നിന്നും ഇറ്റ് വീഴുന്ന തേൻ കണങ്ങളായിരുന്നു അത്, തേൻ തുള്ളികളായിരുന്നു അത്. അദ്ദേഹം ആ തേൻ തുള്ളികളുടെ ആസ്വാദനത്തിൽ, അതിൻ്റെ മധുരത്തിൽ തന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന, താൻ പിടിച്ചിരിക്കുന്ന പിടിവള്ളിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ആ എലികൾ അദ്ദേഹം മറന്നുപോയി. താൻ പൊട്ടക്കിണറ്റിൽ അകപ്പെടുമെന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി. തന്നെ ആക്രമിക്കാൻ താഴെ സർപ്പം കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വിസ്മരിച്ചു പോയി. ഇതുപോലെയാണ് ദുനിയാവിൻ്റെ സുഖാസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്നാണ് ഇമാം ഖസാലി പറയുന്നത്. ഈ ആക്രമിക്കാനെത്തിയ സിംഹം അസ്രായിലാണ്. അസ്രായിൽ കൂടെ തന്നെയുണ്ട്. താഴെ പൊട്ടക്കിണർ, അത് ഖബറാണ്. ആ ഖബറിൽ തന്നെ ആക്രമിക്കാൻ കാത്തിരിക്കുന്ന തിന്മകളാണ് ആ സർപ്പം. ഈ പിടിവള്ളിയാണ് തൻ്റെ ആയുസ്. ആ ആയുസ്സിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന പകലുകളാണ് ഈ വെള്ള എലിയും കറുത്ത എലിയും. മനുഷ്യൻ എപ്പോഴും ഈ ഒരു ബോധത്തിലായിരിക്കണം. മരണം കൂടെ തന്നെയുണ്ട്. വൽമൗത്തു അദിന മിൻ ഷിറാഖിൻ അഴലി. മനുഷ്യൻ്റെ കാൽപാദത്തോട് ചെരുപ്പിൻ്റെ വാർ എത്രമേൽ അടുത്ത് നിൽക്കുന്നുവോ അതിനേക്കാളും അടുത്ത് കൂടെ മരണമുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് മരണബോധത്തോടുകൂടെ നന്മകൾ ചെയ്ത് സന്തോഷത്തോടെ തഖ്വയോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ.